എന്തൊക്കെയായിരുന്നു. അനീഷ് തൂക്കും, തൊപ്പി തലേന്ന് തൊപ്പി എടുക്കും. ഒരു നെഞ്ചിടിപ്പായിരുന്നു കേട്ടാ. അനീഷ് കപ്പ് തൂക്കോ. ലാസ്റ്റൊക്കെ ആയപ്പോൾ ഒരു വെപ്രാളമായിരുന്നു. അനുമോള് തന്നെ കയറി ഇന്ന് രണ്ടുപേരും അതേപോലെ മത്സരം. കുറച്ച് സമയം ഒരു അരമണിക്കൂർ മുമ്പ് നോക്കുമ്പോൾ അനുമോളായിരിക്കും കുറച്ച് മുകളിൽ കയറി നിൽക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ അനീഷ് കയറും. അപ്പം മാറിയും തിരിഞ്ഞും ഒരു മത്സരമായിരുന്നു. ഇത്രയും സീസണിൽ വെച്ച് നോക്കുമ്പം ഭയങ്കര എന്താണ് ത്രില്ലിംഗ് ആയിട്ടുള്ള ഗ്രാൻഡ് ഫിനാലെ ആയിരുന്നു ഇത്തവണത്തെ. ജനങ്ങൾ ഉറ്റു നോക്കിക്കൊണ്ടിരുന്ന ഒരു ഇത്, ചിലപ്പോൾ കണ്ണൊന്ന് അടഞ്ഞിട്ട് പോലുമില്ല, ആ കണക്കിന് നോക്കിക്കൊണ്ടിരുന്നതായിരുന്നു. ഈ ഒരു സീസണിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് തൊട്ട് ഞങ്ങൾ അനുവിൻ്റെ ഫാനായിരുന്നു. അതിൽ നിന്ന് ഒരു കാല് പിറകോട്ട് വെച്ചിട്ടില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അനുവിനെ. ഞങ്ങൾ ബിഗ് ബോസിൽ നിന്ന് കയറുന്നതിന് മുമ്പ് തന്നെ അനുവിനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ, ഉമ്മ, ഇക്ക. ഇക്ക എന്ന് പറഞ്ഞാൽ സ്റ്റാർ മാജിക്കിൻ്റെ ഒരു ഫാനാണ്. ഞങ്ങൾ അനുവിനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അനുവിൻ്റെ സംസാരം കേൾക്കുമ്പോഴും അനു തരുന്ന അനുവിൻ്റെ ആ ഒരു കോമഡി എനിക്കറിയില്ല. അവളുടെ ആ ഒരു കോൺവെർസേഷൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമാണ്, അത് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. പക്ഷെ നമ്മൾ ബിഗ് ബോസിൽ കുറച്ചുകൂടെയൊക്കെ പ്രതീക്ഷിച്ചു കേട്ടോ അനുവിൻ്റെ ആ തമാശകളും. അനുവിനെ ഭയങ്കരമായിട്ട് ഒരുമാതിരി ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ അനുവിനെ ഒരുപാട് തളർത്തി അതിനകത്തുള്ള കണ്ടസ്റ്റൻസ്. അപ്പാനി, ബിൻസി, പിന്നെ അക്ബർ, ഭയങ്കരമായിട്ട് ആര്യനെ അതിനെക്കാട്ടി അടിക്ക് വരെ ചെയ്ത് അതൊക്കെ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല. അടിച്ച് ചവിട്ടി എന്തെല്ലാം അവളെ ചെയ്തെന്നറിയാം. നെവിന് ഭയങ്കരമായിട്ട് ഇട്ട് ഉപദ്രവിച്ച്. ശൈത്യ സാധനം കട്ടപ്പയും തന്നെ നിക്കണ കട്ടപ്പ. എവളിനി ഏതെങ്കിലും ഷോയിൽ പോയി ഇരുന്ന ആൾക്കാർ കൂവി അവളെ എറിഞ്ഞ് മൊത്തത്തിൽ മുട്ടയിൽ കുളിച്ചവർക്ക് വരാം. 100% ആ ഒരു ഫൺ എലമെന്റ് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റിയില്ല. പക്ഷെ ആദിലയുടെ നൂറയുടെ ഒക്കെ കൂടെ നിൽക്കുമ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടാക്കുമ്പോൾ അനുമോൾ എന്തൊക്കെ കണ്ടന്റുകൾ കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കൂട്ടെന്ന് പറയുന്നത് അങ്ങനത്തെ അല്ല, ലക്ഷ്മിയെ പോലെ ഉള്ളതാണ് കൂട്ട്. ലക്ഷ്മി അവസാനം സമാധാനിപ്പിക്കാതിരുന്നെങ്കിൽ എന്തായി തീർന്നനെ. വെളിയിൽ പോയപ്പം അനുമോളെ സ്വഭാവം ഇന്നതാണ് എന്നുള്ളത് ലക്ഷ്മി മനസ്സിലായി കഴിഞ്ഞു. എന്നുപറഞ്ഞാൽ ഇവിടത്തെ പോലെ തന്നെയാണ് അനു അവിടെ നിൽക്കുന്നത്. കരച്ചിൽ കാട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ കളിയാക്കി. ഇവിടെ അങ്ങനെയാണ്. ആ സ്റ്റാർ മാജിക്ക് കാണില്ല, അനിയത്തിക്കുട്ടിയെ പൊതിഞ്ഞുകൊണ്ട് നടക്കും കണക്കാണ്. എല്ലാം ഇട്ട് കൊഞ്ചിച്ചാണ് അവളെ ഇട്ടേക്കുന്നത്. ആ ഷിയാസ് കരീമൊക്കെ അതുപോലെ എന്തെങ്കിലും അവൾക്ക് വിഷമം വന്നാൽ അവൾ അതിലും അങ്ങനെ തന്നെ പൊട്ടിക്കരയും. ഇത് നമ്മളെ വിജയമാണ്. ഞങ്ങൾ ഇന്നലെ തന്നെ ഒരു കേക്ക് വാങ്ങിച്ചു, കട്ട് ചെയ്തു. പക്ഷെ ആ ഒരു സമയത്ത് റിയാക്ഷൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അനുവിന്റെ ആ രംഗങ്ങളൊക്കെ അങ്ങനെ അങ്ങ് കണ്ട് ആസ്വദിച്ച് അങ്ങ് ഇരുന്ന മോഹൻലാൽ നമ്മളെ ലാലേട്ടൻ വന്ന് അവരെ രണ്ടുപേരെയും ഇരുത്തിയിട്ട് അതിന്റെ ഇടയിൽ നിൽക്കണതും അത് ആ അക്ബറിന്റെ അക്ബർ റിയാക്ട് ചെയ്യണതാണ് കാണാൻ നല്ലത്. എവിക്റ്റ് ആയി പോവാനായിട്ട് അനീഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അനീഷിനെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനങ്ങളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ രണ്ടുപേരും നിൽക്കണേൽ അവരെ പ്രതീക്ഷ അനീഷാണ് വിജയിക്കണത് എന്നുള്ള രീതിക്കാണ് അവർ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അനുമോള് കപ്പെടുക്കരുത്, അതാണ് അവരെ എല്ലാവരെയും ഉദ്ദേശം അതായിരുന്നു. ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിന്റെ ഉദ്ദേശം ഒറ്റൊരു ഉദ്ദേശം, അനുമോള് കപ്പെടുക്കരുത്. അതുകൊണ്ടാണ് അക്ബർ പറഞ്ഞത്, അനീഷ് നല്ല മനസ്സിനുടമയാണ്, ഒരു സാധാരണക്കാരനാണ്. എടാ അക്ബറേ, ജനങ്ങളെ മനസ്സിലേ ഒരു പാവമായിട്ടുള്ള കുട്ടി അനുമോളാണ്, അല്ലാതെ അനീഷല്ല. അനീഷ് ഈ ലാസ്റ്റ് കൊണ്ടിട്ട് എന്തിനാണ് കല ഉടച്ചത്? അവന്റെ ഗെയിം പ്ലാൻ ആയിരുന്നു അത്. അനുമോളെ പ്രപ്പോസ് ചെയ്യണ്, പിന്നെ അത് റിജക്ട് ചെയ്യുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അനു ഇയാളെ ഇട്ട് കുറെ ഇളക്കിയതാണല്ലോ. അപ്പം ജനങ്ങളിൽ അവസാനം ചതിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മനഃപൂർവ്വം അനീഷ് ഉണ്ടാക്കിയൊരു. അല്ലെങ്കിൽ നോക്ക്, ലാസ്റ്റ് വീക്ക് ആയപ്പോഴത്തേക്ക് അനീഷ് ഒറ്റ വാക്ക് വേണ്ടി അനുവിനെ അത്രയും ആൾക്കാരിട്ട് ഹറാസ് ചെയ്ത സമയം ഇതിനകത്ത് കിടന്ന വാഴകൾ അത്രയും കൂടെ വെളിയിൽ പോയിട്ട് കയറി വന്നത് എന്തിനാണ്? അനുമോളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയാണ് കയറിയത്. പണ്ടത്തതും പഴമ്പാളെ തൂറിയത് അതിലിപ്പോൾ എന്തരാണ്? അതിൻ്റെ അപ്പുറം അവിടെ ആദിലെന്ന് പറയുന്ന സാധനം അവിടെ ഇത് പറഞ്ഞു കിടന്ന് ഈ ജനങ്ങൾ അത്രയും കണ്ടതല്ലേ. ഇല്ലാണ്ടും കൂടെ കയറി അവളെ എന്തെല്ലാം ചെയ്ത് ആ സമയത്ത് അവൻ്റെ മനസ്സിൽ ഇഷ്ടമുള്ള ഒരു പെണ്ണായിരുന്നു എങ്കിൽ അവൻ പറഞ്ഞനേരുന്ന് ഒരു വാക്കെങ്കിലും സമാധാനിപ്പിച്ചന്, മാറ്റി നിർത്തിയനെ ബാക്കിയുള്ളതിന്. എന്തുമാത്രം പ്രവൃത്തി ആ പെൺകുട്ടി അതിനകത്തിട്ട് ചെയ്ത്. നീയാണാടാ നമുക്ക് കല്യാണം
കഴിച്ചാലോ പോടോ അസലായേനെ കല്യാണം നിന്റെ സ്വഭാവം യഥാർത്ഥ സ്വഭാവം നീ അവിടെ എടുത്തു. ഇയാൾക്ക് പബ്ലിക്കിൽ സംസാരിക്കാനൊന്നും അറിഞ്ഞൂടാ. ആരോ പറയുന്ന കേട്ട് അനുമോക്ക് സംസാരിക്കാനൊന്നും അറിയത്തില്ല. അനു എത്ര 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 സംഭവങ്ങൾ കണ്ടിരിക്കുന്നു, അവൾ എത്ര ഷോസിൽ പോയിരിക്കുന്നു. ആ ആക്കാണ് സംസാരിക്കാൻ അറിഞ്ഞൂടാത്ത. ഇതൊക്കെ വെറും എന്താണ് അനീഷിനെ കിട്ടാത്തതിന്റെ ചുരുക്കാണ് പുറത്ത് കിടന്ന് ആൾക്കാർ പറയണത്. അനുവിന് PR ആണ് ജയിച്ചത്. അനുമോളൊരു സെലിബ്രിറ്റി ആണോ? അവള് ഏതൊരു ഷോയിൽ പോയി കഴിഞ്ഞാൽ എന്തുമാത്രം ജനങ്ങളാണെന്നറിയാം അവളെ ഇഷ്ടപ്പെടുന്നത്. എങ്കിൽ നമ്മൾ അനുവിന്റെ PR ഒരു കാട്ടിന്റെ ഇടയിലാണ് കിടക്കണത്. നമ്മൾ എങ്ങനെ അനുവിനെ ഇഷ്ടപ്പെട്ട് നമ്മൾ അമ്മമാരായിരുന്നാലും എവളി ഒരുപാട് വോട്ട് പിടിച്ച് സത്യം പറയാറുന്നല്ല. പക്ഷെ ഞാൻ പിടിച്ചില്ലേ? ഞാനും എനിക്ക് ഫ്രണ്ട്സിന്റെ ഞാനും പിടിച്ചു, എന്റെ ബ്രദറും പിടിച്ചു. അത് നമുക്കാരും പൈസ തന്നിട്ടല്ല നമ്മൾ അനുവിന് വേണ്ടി വോട്ട് ചോദിക്കുന്നത്. നമ്മൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് കൊച്ചിന് വോട്ട് കൊടുത്തത്. വാശിയായിരുന്നു. നമ്മള് PR അല്ല ഒരു കുന്തോല, അല്ലെങ്കിൽ തന്നെ PR തന്നെ അങ്ങനെ ഇരിക്കട്ടെ. അനുമോള് 5:30 മണിക്ക് അവിടെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ വരുന്നുണ്ട്. അപ്പോഴ് അതിൽ ആരൊക്കെയോ വീഡിയോ ചെയ്തെന്തേലും അനുമോള് എയർപോർട്ടിൽ വന്നിരുമ്പോ കൂവോന്ന്. പിന്നെ നിന്റെയൊക്കെ കൂവല്ലാണ് അങ്ങനെ ഇരിക്കണം. നിന്റെയൊക്കെ തടമണ്ടേന് മുട്ട എറിയും. മുട്ട മേടിക്കാനും പൈസ ഇല്ല. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ പല ദിവസവും വിചാരിച്ചു ആ അമ്മയും അച്ഛന് എങ്ങനെ അതിനകത്ത് സഹിച്ച് നിക്കണം. എന്തായാലും അനുമോള ജനങ്ങള് സപ്പോർട്ട് ചെയ്തു. അയ്യോ PR അല്ല VR അല്ല MR അല്ല AR അല്ല ഒന്നുമല്ല. അവന്മാർക്കൊക്കെ അസൂയ മൂത്താണ് PR എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്ത് PR എങ്കിൽ പിന്നെ എന്ത് അവള് മിടുക്കി തന്നെ. അവള് കപ്പും കൊണ്ട് വന്ന ഒരു കാറും കൂടെ കിട്ടി. ആ ശൈത്യക്ക് ആ കാറെങ്കിലും കൊടുക്ക. ആ സൈഡിൽ നിന്ന് അനുവിന്റെ കൈ പൊക്കിയപ്പോ അവള് മാത്രം ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാവർക്കും അസൂയ ഉണ്ടായിരുന്നു. ആരും അതിനകത്തുള്ള ഒറ്റ മനുഷ്യൻ പോലെ. ലാസ്റ്റൊക്കെ മസ്താനി ലക്ഷ്മിയൊക്കെ വന്ന് അതായി. പക്ഷെ ബാക്കിയുള്ള ഒറ്റ മനുഷ്യന്മാരും ലക്ഷ്മിക്കും പിന്നെ ലവനുണ്ടല്ലോ എന്തോന്ന് പ്രവീണിനും അവര് 3 പേർക്കും അഭിലാഷ് ലാസ്റ്റ് ഞാൻ ചെയ്തെങ്കിലും അവരെയൊക്കെ മനസ്സിലുള്ളില്. പക്ഷെ ഈ 3 പേരുണ്ടല്ലോ എടുത്തു പറയേണ്ടതാണ്. പിന്നെ മസ്താനി, ലക്ഷ്മി, പ്രവീൺ ഈ 3 പേരാണ് അവിടെ ഇരുന്ന് കൈയടിച്ചതും ഭയങ്കര സന്തോഷം. മനസ്സുകൊണ്ട് ഇത്തിരിയെങ്കിലും ആഗ്രഹിച്ചത് ഇവരൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ ജിഷിനും ഇച്ചിരിയൊക്കെ സ്നേഹം ഉണ്ടായിരുന്നു. ബിഗ് ബോസ് തീർന്നപ്പോ ശരിക്കും നമ്മളെ മിസ് ചെയ്യാൻ പോണ അനുവിനെ ആയിരിക്കും. അനുവിന്റെ ലൈവ് കാണുമ്പോഴല്ലോ അയ്യോ അനു എവിടെ അനുവിന്റെ പ്രസൻസ് എവിടെയെന്നാണ്. ഇതില് ഹോട്ട്സ്റ്റാറിൽ ഞാനും കമന്റ് ഇടാറുണ്ട് അനുമോളെ കാണിക്കുമെന്ന്. ഒരു ബിഗ് ബോസിന് വേണ്ട എല്ലാ എലമെന്റ്സും അനു കൊടുത്തിട്ടുണ്ട്. അതിപ്പം വിഷമായിക്കോട്ടെ, അതെന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ലവിന്റെ ആ ഒരു എലമെന്റ്സ്. അപ്പം ഓരോ സിംഗിൾ ആയിട്ടുള്ള ഓരോ എലമെന്റ്സും അനു അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒരു കണ്ടസ്റ്റന്റും അതിനകത്ത് ചെയ്തിട്ടില്ല. അനുവായിരുന്നു അതിനകത്തെ കണ്ടന്റ്. അവിടെ ഉള്ള വാഴകളെ കണ്ടന്റ് അനുമോളായിരുന്നു. അനുമോളെ വെച്ചിട്ടായിരുന്നു. അനുമോൾ ഇല്ലായിരുന്നെങ്കിൽ ഈ ഷോ എങ്ങനെ പോയന്? അനു ഇല്ലായിരുന്നെങ്കിൽ അവിടെ ആർക്കും ഫുഡ് കിട്ടൂല. സത്യം ഫുഡ് കിട്ടൂല. അനുവിനെ ഇട്ട് കൊത്തിപ്പറിക്കാൻ. അനു ഇല്ലായിരുന്നെങ്കിൽ ആർക്കും ആരെയും ബുള്ളി ചെയ്യാനും പറ്റത്തില്ല. ഇത്രയും കണ്ടന്റും കിട്ടത്തില്ലായിരുന്നു. ചുമ്മാ കറിവേപ്പില എടുത്ത് മറ്റതെടുത്ത് മറിച്ചെടുത്തെന്ന് പറഞ്ഞു ചുമ്മാ വഴക്കാണ്. ജനങ്ങൾ കാണേയില്ലായിരുന്നു. സത്യം. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? അനുവിനുള്ള ആ ഒരു ഫാൻ ബേസ് വേറെ ആർക്കും ഇല്ല അതിനകത്ത്. ഇവര് ചൂസ് ചെയ്ത കണ്ടസ്റ്റൻസിൽ ഏറ്റവും ബെസ്റ്റ് കണ്ടസ്റ്റന്റ് അനുമോളായിരുന്നു. അത് അനുമോളെ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കണ്ടസ്റ്റന്റും അതിനകത്ത് ഇല്ലായിരുന്നു. അക്ബർ വെറുതെ കുത്തിത്തിരിപ്പ് പാട്ട് അവനെ പറ്റി അവന്റെ ഭാര്യയെ പറ്റിയല്ലേ ഇരുന്ന് പാട്ട് പാടാനുള്ളത്. എനിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോ വാഴ വേറെ ഇറങ്ങി താഴോട്ട് പൊടിച്ച് എങ്ങനെയെങ്കിലുമാണ് അവനെ വലിച്ചു പൊക്കിയെടുത്ത് എവിക്റ്റാക്കി എടുത്ത് കളഞ്ഞത്. ആ വേര് പറിച്ചു കളയാൻ ഒരുപാട് പാടുപെട്ട് അവൻ അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഈ അനീഷിന് എന്തുകൊണ്ടാണ് ലാസ്റ്റ് ഇവൻ സാധാരണക്കാരനെന്നാ അത് ആ ഒരു ഒറ്റ കാര്യം ഉള്ളതുകൊണ്ടാണ് ഇവൻ ഇത്രയും വോട്ട് കയറിപ്പോയത്.
അതാണ് അവനല്ല സാധാരണക്കാരൻ, അവൻ ആ പാവപ്പെട്ട നെവിനാണ്. ഇത്രയും പ്രവർത്തിയൊക്കെ കാണിച്ചെങ്കിലും ഇവൻ എന്തുകൊണ്ടാണ് വീട്ടുപകരണങ്ങൾ എന്തിനു കൊടുക്കണം? അതിന്റെ ആവശ്യമില്ല. ആ നെവിന് വേണം കൊടുക്കുക. അവനാണ് വീടും ഇല്ല കൂടും ഇല്ല, ഒരു ഫാദറുള്ള അവന്റെ കഥ പറയണ കേട്ടണം. കഷ്ടപ്പെട്ട ഒരു കഥയാണ് കേട്ടത്. ഇത്രയൊക്കെ ഇവൻ ചെയ്തെങ്കിലും അനുമോളെ ചെയ്തെങ്കിലും പിന്നെ അവസാനം ഇവൻ ലാസ്റ്റ് ചെന്നിട്ട് അവൻ കെട്ടിപ്പിടിക്കുക, അവന്റെ ഇതൊക്കെ കുറ്റങ്ങളൊക്കെ ഏറ്റു പറയുകയും പിന്നെ അവൻ ആ കപ്പ് മേടിച്ചപ്പോഴത്തേക്കേ അവന്റെ മനസ്സിൽ അനീഷ് മേടിക്കണമെന്നായിരുന്നു. ഇവന് ഇളവിയില്ല കേട്ടാ ഇത്രയൊക്കെ കാണിച്ചെങ്കിലും. എന്നാലും എനിക്ക് പാവത്തൊന്നും ഈ അനീഷിന് ഒരു പുണ്ണാക്കം കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഇവന്റെ ഗെയിമായിരുന്നു അവൻ കാണിച്ചത്. അനുമോളെ നെഗറ്റീവ് വരുത്താൻ വേണ്ടി ലാസ്റ്റ് ആഴ്ചയായപ്പോഴത്തേക്ക് അവൻ ചെയ്ത കളിയാണ്. ഇഷ്ടമല്ല എന്നുള്ളത് അവൾ അങ്ങനെ തുറന്ന് പറഞ്ഞു. 2 വർഷത്തിനിടയ്ക്ക് വെച്ച് അവൾക്ക് കല്യാണം ആലോചിക്കണം, കുറച്ചുകൂടെ ഒന്ന് സെറ്റിൽ ആവാനുണ്ട്. അവളെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഷ്ടപ്പാടിലൂടെ വന്ന ഒരു കുട്ടിയാണ്. മിടുക്കി, സത്യം പറഞ്ഞാൽ മിടുക്കി. നമ്മൾ ആഗ്രഹിച്ചത് കണക്ക് അർഹതപ്പെട്ടവർക്ക് എന്നെ കപ്പ് കൊടുത്തു. അവളാണ് അതിലെ കണ്ടന്റ് കൊടുത്തത്. ഈ വാഴകളെല്ലാം അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. മൊണ്ണകളൊക്കെ പറയും അനുമോള് അനു ഡിസേർവിംഗ് അല്ല, എന്തിന് ഏറ്റവും വീക്ക് കണ്ടസ്റ്റന്റ് ആണ് അനുമോൾ എന്നൊക്കെ വെറുതെ. അതുപോലെ കുത്തിത്തിരിപ്പ് ബിന്നിയുണ്ടല്ലോ, അവക്കൊക്കെ ഭയങ്കര അസൂയാണ്, മുഴുത്ത അസൂയ. അവളാ ഭർത്താവെന്ന് പറയണ ഒരു സാധനം വന്നിട്ട് ഇരുന്നോണ്ട് അനുമോളെ എന്തൊക്കെയേ പറഞ്ഞു പറ്റും. നിനക്കൊന്നും ഒരു യോഗ്യതയില്ല അനുമോളെ പറയാ. അതുപോലെ എടി വിഷം ശൈത്യ കട്ടപ്പയെ ബിൻസി 2ാമത് കയറി വന്ന് പറഞ്ഞതൊന്നും ശരിയല്ല. അത് യഥാർത്ഥത്തിൽ പറഞ്ഞത് അനുമോളല്ല. അതിനും ആ കുട്ടി മിണ്ടാതെ മൗനമായിട്ട് നിന്ന് പറഞ്ഞത് ആരാണ്? കട്ടപ്പ, ശൈത്യം, ആദിലേം, നൂറേം, ഷാനവാസ് എല്ലാവരും കൂടെ ചേർന്നിരുന്നു. ഈ കുട്ടി ബാക്കിൽ കൈയും കെട്ടി നിൽക്കണതേ ഉള്ളൂ. അതും ഇവളെ മണ്ടയിൽ കൊണ്ടിട്ട് ഇവളെല്ലാം ദൈവത്തിനോട് പ്രാർത്ഥിച്ച് കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ തിരിച്ചടി. അത് അവസാനം പറഞ്ഞു പോയി. ആ ഒരു നമ്പർ എഴുതി PR-ന്റെ നമ്പറാണ് എഴുതി കൊടുത്തതെന്നുള്ള ഇത് വന്ന ആ കുട്ടി മനസ്സുകൊണ്ടുപോലും അറിഞ്ഞില്ല. അവളെ നമ്പറാണ് കൊടുത്ത. അതിലും അവൾ പറഞ്ഞു ദൈവം കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അനുഭവിക്കുമെന്ന് പറഞ്ഞു. അനുഭവിക്കാൻ 100 അടുത്ത് തന്നെ പറഞ്ഞു അനുഭവിക്കും. ബിഗ് ബോസ് ആഫ്റ്റർ ഓൾ ഇതൊരു ഗെയിമാണ്. ഓക്കെ, എല്ലാവർക്കും അറിയാം. ഇതെല്ലാം ചെയ്തു കൂട്ടിയിട്ട് പുറത്തിറങ്ങിയിട്ട് ഇവറ്റകളെല്ലാം പറയണത് ഇത് ഗെയിം ആയിരുന്നു, ഗെയിമിന്റെ ഭാഗമായിട്ടാണ് അത് പറഞ്ഞത് ഇത് പറഞ്ഞതെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ഈ ഒരു സീസണിന്റെ പ്രത്യേകത ബാക്കിയുള്ള സീസൺ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്തുള്ള ആൾക്കാർ ഫുള്ള് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചാണ് സംസാരിക്കുന്നതും വൈരാഗ്യം തീർക്കുന്നതും. പുറത്തിറങ്ങി എങ്കിൽ അവരവരുടെ കാര്യങ്ങൾ അവർ ഒന്നുകിൽ എപ്പിസോഡുകൾ ഫുള്ള് കാണണം, പക്ഷെ ഒറ്റ പോലും എപ്പിസോഡ് കാണാതെയാണ് തിരിച്ച് എൻട്രി കയറി വന്നത്. അപ്പോൾ അവർക്ക് അവർ ചെയ്ത മിസ്റ്റേക്സ് എന്താണെന്നോ അവരെന്താണ് അതിനകത്ത് കാട്ടിക്കൂട്ടിയെന്നോ അവർക്ക് ഒരു ധാരണയില്ല. പുറത്തുള്ള ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു വെച്ചിട്ടാണ് ഇവറ്റകൾ വീണ്ടും കയറി വന്ന് നമുക്ക് മിസ്റ്റേക്ക് പറ്റി അത് തിരുത്തണമെന്ന് പറഞ്ഞ് വീണ്ടും അനുവിന്റെ മണ്ടയിൽ കയറിയത്. ഇവർ കൂടി ആലോചിച്ച് പുറത്ത് വെച്ച് ഡിസ്കസ് ചെയ്തതിന് ശേഷം അനുവിനെ ടാർഗറ്റ് ചെയ്യുമായിരുന്നു മൊത്തം. അനുവിനെ മാത്രമേ അതിനകത്ത് അവർ ഉപദ്രവിക്കണുള്ളൂ. അപ്പൊ അനുവിന് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞും കൊണ്ട് അനുവിനെ ഉപദ്രവിച്ച് നെഗറ്റീവ് ആക്കാൻ വന്ന വാഴകള് പൊട്ടന്മാര് ഒരു തവണയെങ്കിലും എപ്പിസോഡുകളിൽ നിന്ന് കണ്ടിരുന്നെങ്കിൽ അനുവിന് എന്തുകൊണ്ടാണ് ഇത്ര സപ്പോർട്ട് ഉള്ളതെന്ന് മനസ്സിലാക്കും. ഇത് ഇവറ്റകളെല്ലാം കൂടെ കൂട്ടത്തോടെ ആക്രമിച്ചോണ്ടാണ് അനുവിന് ഇത്ര സപ്പോർട്ട് കയറിയത്. ഇവന്മാര് എപ്പിസോഡൊന്നും കാണാതെ വീണ്ടും എൻട്രി കയറി വന്നിട്ട് വീണ്ടും വന്ന് അറ്റാക്ക് ചെയ്ത്. അപ്പം അനുവിന് കുറച്ചുകൂടെ സപ്പോർട്ട് കൂടിയതേ ഉള്ളൂ. പിന്നെ ഈ മരവാഴകള് ഇറങ്ങിപ്പോയ വാഴകള് കൂടിപ്പോയ ഒരു 10 ദിവസം 15 ദിവസം 20 ദിവസത്തിന് മുകളിലോട്ടൊന്നും ഈ വാഴകൾ അവിടെ നിന്നിട്ടില്ല. ഒക്കെ ഒന്നും കഴിവില്ലാത്തതിന്റെ പുറത്താണ് ഇറങ്ങിപ്പോയത്. ഇറക്കി വിട്ടതാണ്. ഈ കൂടുതലും കാരണം ഇറക്കി വിടാൻ കാരണം തന്നെ അവിടെ കിടന്ന് അനുമോളായിട്ട് ഉപദ്രവിക്കുന്നു. വെറുതെ ഒരു കാരണമില്ല. അപ്പോഴൊന്നും ജനങ്ങൾ വോട്ട് ചെയ്യൂല. ഈ സാധാരണ അമ്മമാരായ നമ്മളെ പോലെ ഈ കാട്ടിന്റെ ഇടയിൽ കിടക്കുന്ന ജനങ്ങളാണ് അനുമോക്ക് കൂടുതലും. അവര് വിചാരിച്ച അവര് വീണ്ടും ഗെയിമിൽ കയറിയത്. ബിഗ് ബോസിൽ വീണ്ടും എടുത്തെന്നാണ് ബിഗ് ബോസ് എടുത്തെന്നും പറഞ്ഞാണ് വന്നിടന്ന്. ആ ബിൻസിയൊക്കെ എന്ത് മാസായിരുന്നു. അയ്യോ, ലക്ഷ്മിയെ പോലെ ഉള്ളവരായിട്ടാണ് ജെനുവിനായിട്ട് നിൽക്കണത്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയണം. ഇങ്ങനെയുള്ളവരെ അനുമോള് കൂട്ടുപിടിക്കാവൂ. അല്ലാതെ ആദിലെ, നൂറ, കട്ടപ്പ, ശൈത്യ ഇതിലുള്ള ഒറ്റ എണ്ണം കൊള്ളൂല. എൻ്റെ പൊന്ന അനുമോളെ, നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കാനുള്ള ഈ സാധനത്തിൻ്റെ കൂടെ ഇവിടെ പട്ടായല്ല. അയ്യോ എൻ്റെ പൊന്ന് പോവല്ല്. നിന്റെ സപ്പോർട്ട് നിനക്ക് അനുവിന് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇവള് പിറകെ നടക്കണത്. സ്നേഹം ഉള്ളതുകൊണ്ടാണ് നമ്മൾ പോണെങ്കിൽ കൂട്ടുപിടിക്കണത് ഒന്നുകിൽ പണത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഇവക്കൊക്കെ ഫേമസ് ആവാൻ വേണ്ടി. അനുവിന് നല്ല സപ്പോർട്ടാണല്ലോ, ഫേമസ് ആയ ഒരാളാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇവര് ഈ സാധനങ്ങൾ ഇനി അനുവിൻ്റെ പിറക്കെ നടക്കുന്നത്. ദയവ് ചെയ്ത് അനുവിൻ്റെ വീട്ടുകാർ ഈ സാധനം പഞ്ചായത്തിൽ പോലും അടുപ്പിക്കാൻ കൊള്ളാത്തതിന് അതിൻ്റെ ഒന്നും കൂടെ വിടാതിരിക്കണം നല്ലത്. ഒന്നാമത് പറഞ്ഞെന്തരാണ് ആദിലെ പറഞ്ഞുണ്ടാക്കി അനു ലെസ്ബിയനാണെന്ന്. ശാരികയെ വെച്ചിട്ട്
ഈ വൃത്തികെട്ട നാവുള്ള എവളെയൊന്നും കൂടെ വിടരുത്. ദയവ് ചെയ്ത് വിടരുത്. നമുക്ക് അത്രേ പറയാനുള്ള. അനുവിൻ്റെ കാര്യം നോക്കി അനുവിൻ്റെ കുടുംബമായിട്ട് ഇത്രയും നാൾ അങ്ങനെയായിരുന്നല്ല. അപ്പം ആ രീതിക്കുള്ള നല്ല ഫ്രണ്ട്ഷിപ്പിൻ്റെ കൂടെ പോവുക. നമുക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ അനു ജീവനോടെ തിരിച്ച് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയത് ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം, ഭയങ്കര സമാധാനം. തിരിച്ച് വിട്ട ബിഗ് ബോസിനും അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനും നന്ദിയുണ്ട്. എന്തായാലും അതിനെ കൊന്നില്ലല്ലോ, അത്ര അത് തന്നെ വലിയ ഉപകാരം. അച്ഛനും അമ്മയ്ക്കും അനുവിൻ്റെ ചേച്ചിക്കും ചേട്ടനും ആ ഒരു കുഞ്ഞുണ്ട്. അതുപോലെ അനുവിൻ്റെ പ്രധാനപ്പെട്ട ഫ്രണ്ട്സിനും എല്ലാവർക്കും കുടുംബത്തിനും ഒക്കെ വിട്ടുകൊടുത്തതിന് വലിയ വലിയ സന്തോഷം. നന്ദി നന്ദി നന്ദി. തൊപ്പിക്ക് അനീഷിന് വേണ്ടി വോട്ട് പിടിച്ച് തൊപ്പിക്ക് വളരെ വളരെ നന്ദി. പിന്നെ കണ്ടസ്റ്റൻസ് റീ എൻട്രി നടത്തി അതിനകത്ത് കയറി വീണ്ടും അനുമോളെ പിച്ചി കീറിയ മരവാഴകൾക്ക് നന്ദി. അതുപോലെ കട്ടപ്പ ശൈത്യക്കും ബിന്നി കുത്തിത്തിരിപ്പ് ബിന്നിക്കും, ആദില നൂറ, പിന്നെ ബിൻസി ഭദ്രകാളി ബിൻസി, പിന്നെ പിന്നെയും കുറെ എണ്ണം ഉണ്ട്. നമ്മളെ വേരിറങ്ങിയ അക്ബർ, പാവാടവള്ളി അക്ബർ, പിന്നെ പാൽക്കുപ്പി ആര്യൻ. അത് പറയാതിരിക്കാൻ പറ്റും. അനുമോളെ ഒരുപാട് അടിച്ചിട്ടുണ്ട് കേട്ടോ, ഇടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആര്യൻ എല്ലാവർക്കും നന്ദി. പിന്നെ അനുമോൾ ഇനി സൂക്ഷിക്കുക, ഇവളുമാരുടെ അടുത്തൊന്നും പോവരുത്. അഥവാ കൂട്ടുകൂടണമെങ്കിൽ ലക്ഷ്മിയെ, മസ്താനിയെ ഇങ്ങനെ പോലെ ഉള്ളവരടുത്ത് കൂട്ടുകൂടുക. ലക്ഷ്മിയെ വിശേഷിച്ചും ലക്ഷ്മിയുടെ അടുത്ത് നല്ല ഒരു കൂട്ടുകാരിയായിട്ട് ക്വാളിറ്റി ഉള്ള ഒരു ഫ്രണ്ടാണ്. സത്യം. നമുക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ.